സ്വാമി ശരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെയും പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം 3-4 മാസം മുമ്പ് ഉരുത്തിരിഞ്ഞു വന്നു. അത് കെട്ടടങ്ങി. ഇര എന്നുള്ള ഒരാൾ വെളിച്ചത്ത് വരാത്തതുകൊണ്ട് അന്വേഷണം വഴിമുട്ടി നിന്നു. എന്നാൽ സ്വർണ്ണക്കൊള്ള കേസ് വന്നതോടുകൂടി ഇര വന്നു. ഇരയെ വരുത്തി, ഇരയെ ഉണ്ടാക്കി. CPM-കാരുടെ കൗശലം പെണ്ണിലൂടെയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സരിതാ നായരെ ഇറക്കി. അങ്ങനെ ഓരോ കാലഘട്ടത്ത് BJP-കാരനായ ഒരു അധ്യാപകനെ പോക്സോ കേസിൽ കുടുക്കി. പാലത്തായി കേസ് ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും എല്ലാം അന്വേഷിച്ച് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെട്ട് റെഫർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് CPM പറഞ്ഞാൽ ഇരിക്കുകയും കിടക്കുകയും അപ്പിയിടാൻ പറഞ്ഞാൽ അപ്പിയിടുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷണം നടത്തി കൃത്രിമ തെളിവുകളുണ്ടാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് ശിക്ഷിച്ചു. വളരെയേറെ വൈരുദ്ധ്യങ്ങളുള്ള ഒരു കേസായിരുന്നു. പൊതുജനങ്ങൾക്കും പോലീസിനും എല്ലാം ബോധ്യപ്പെട്ടു അത് കള്ളക്കേസാണ്. എന്നാൽ CPM നിരപരാധിയായ ആ അധ്യാപകനെ വെറുതെ വിട്ടില്ല. CPM ഇസ്ലാമിസ്റ്റുകളോടൊപ്പം കൂടി അവരെ പ്രീണിപ്പിക്കുവാൻ ആ കേസ് മെനഞ്ഞെടുത്ത് കൃത്രിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് ശിക്ഷിച്ചു. വളരെ ക്രൂരമായ നടപടിയായിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ പറ്റും ഇതുതന്നെയാണ്. സാധാരണ ഒരു ചെറുപ്പക്കാരന് പറ്റുന്ന കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിക്കാണൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹം ഒരു MLA ആണ്. അങ്ങനെയുള്ള ഒരു നിലയിൽ നിൽക്കുമ്പോൾ ആരോപണങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട്. ആ സാധ്യത മുതലെടുത്ത് ആദ്യം കേസ് വന്നു. ആ കേസിന് തെളിവില്ലായിരുന്നു. ആ തെളിവ് പിന്നീട് ഇപ്പോൾ ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? ശബരിമല സ്വർണ്ണക്കൊള്ള നല്ല രീതിയിൽ പൊതുജനം ശ്രദ്ധിച്ചു വരുമ്പോൾ, പഞ്ചായത്ത് ഇലക്ഷൻ കൂടെ വരുമ്പോൾ അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും വേട്ടയാടി. പൊതുജനങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെയാണ്. പൊതുജനങ്ങളൊന്നുമില്ല, മാധ്യമങ്ങളെ സ്വാധീനിച്ചു. മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തകളാണ്. CPM എന്ന ഒരു വലിയ കോർപ്പറേറ്റ് രാഷ്ട്രീയ ഭീമൻ്റെ മുമ്പിൽ മാധ്യമങ്ങളെല്ലാം ഓച്ഛാനിച്ച് നിൽക്കും. കാശും ഭീഷണിയും പല രീതിയിലും വരും. എന്തായാലും മാധ്യമങ്ങൾ ശബരിമല കൊള്ളക്കേസ് തീർത്തും വിട്ട മാതിരിയാണ്. നമ്മൾ വിചാരിച്ചു വാസുവിനെ പിടിച്ചു, പത്മകുമാറിനെ പിടിച്ചു, ഇനിയും പിടിക്കപ്പെടാൻ അർഹരായിട്ടുള്ള പലരുമുണ്ട്, അങ്ങ് മുഖ്യമന്ത്രി വരെ ഉള്ളവർ ഇതിനകത്ത് പ്രതിയാകും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടം കേസ് വന്നു. യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വെറും നിസ്സാര സ്വർണത്തിൻ്റെ വിലയല്ല ഉള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഈ കൊണ്ടുപോയ സ്വർണം കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വയ്ക്കും. വളരെ അമൂല്യമായ വിലയുള്ള ഈ സ്വർണം മറിച്ചു വിറ്റ് 2000-3000 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നിട്ടുള്ളത്. മന്ത്രിയും തന്ത്രിയും മേൽശാന്തിയും മുഖ്യമന്ത്രി വരെ ഇതിനകത്ത് പ്രതിയാകാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇവരൊന്നും അറിയാതെ ഈ വലിയ കൊള്ള നടക്കില്ല. ശബരിമല എന്നുള്ള ക്ഷേത്രത്തിൽ ഹൈക്കോടതി നിയമിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ നടക്കുമോ? നടക്കത്തില്ല. മേൽശാന്തി അറിയാതെ അവിടെ എന്തെങ്കിലും നടക്കുമോ? നടക്കത്തില്ല. തന്ത്രി അറിയാതെ നടക്കുമോ? നടക്കത്തില്ല. മന്ത്രി അറിയാതെ നടക്കുമോ? നടക്കത്തില്ല. ഇനി മന്ത്രി അറിഞ്ഞാൽ മന്ത്രിക്ക് പലരോടും പെർമിഷൻ ചോദിക്കണം. അത് മുകളിലുള്ള ബോസിനോട് ചോദിക്കണം, ബിഗ് ബോസിനോട് ചോദിച്ചിരിക്കണം. ആ പെർമിഷനോട് കൂടിയേ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മളിപ്പോൾ കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടം കേസ് ഇപ്പോൾ പുനർജീവിച്ച് വന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഒരു വഴിയായിട്ടാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അധികമൊന്നും മുമ്പോട്ട് പോകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പത്മകുമാർ വരെ വന്നു, അത്ര മാത്രമേ ഉള്ളൂ. പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തി വായടയ്ക്കാനുള്ള ശ്രമമാണ് CPM ചെയ്യുന്നത്. അതാണ് പത്മകുമാറിനെ വെളിയിലാക്കാഞ്ഞത്. പത്മകുമാർ CPM നേതൃത്വത്തിന് ഒട്ടും സ്വീകാര്യമായിട്ടുള്ള ആളല്ല. അദ്ദേഹത്തെ ഇപ്പോൾ നിലനിർത്തുന്നു എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാര്യങ്ങളുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. പത്മകുമാറിനെ നേരത്തെ വെളിയിലാക്കാൻ തീരുമാനിച്ചതാണ്. വെളിയിലാക്കിയില്ല. വെളിയിലാക്കിയ മട്ടിൽ പത്മകുമാർ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഇത് പിടികൂടിയത്. പത്മകുമാർ ഇപ്പോൾ നിജസ്ഥിതി പറഞ്ഞാൽ പലരും കുടുങ്ങും. ആ കുടുങ്ങാതിരിക്കാൻ പത്മകുമാറിനെ നിശബ്ദനാക്കാൻ പത്മകുമാറിനെ വെളിയിലാക്കിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പിന്നെയും വന്നു. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നന്ദി, നമസ്കാരം. സ്വാമി.